ഹായ് ഹലോ. അപ്പം ഞങ്ങൾ മരണമാസം കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മരണമാസിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ ഈ ഒരു വിഷുക്കാലത്തെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച് പോയ ഒരു പടമാണ്. ആ ഒരു പ്രതീക്ഷയുടെ അത്രത്തോളം എത്തിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്തിയിട്ടില്ല എന്നേ പറയുള്ളൂ. പടം കണ്ടുകൊണ്ടിരിക്കാം, നല്ലതാണ്. കുറച്ച് ഹ്യൂമേഴ്സൊക്കെ വർക്കായിട്ടുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്. നമുക്കിപ്പം ഫാമിലിയായിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഈ ഒരു ആലപ്പുഴ ജിംഖാന കണ്ടിട്ട് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, അത്രത്തോളം ഇത് വർക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം വർക്കായില്ല. കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ പ്രിയദർശൻ്റെ പടങ്ങളുണ്ടല്ലോ, നമ്മുടെ അരം പ്ലസ് അരം കിന്നരം, അതുപോലെ തന്നെ ആ ഒരു വെട്ടം, അങ്ങനെയൊക്കെയുള്ള മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പടം. അതിൽ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഇപ്പം അവസാനം എല്ലാവരും കൂടെ ഒരു കൂട്ടാടി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ കൂട്ടാടി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞ ആ ഒരു സിനിമയുടെ ഒരു ജോണൽ, ആ ഒരു ടൈപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പടമാണ്. നമ്മൾ ആ ഒരു രീതിയിലിരുന്ന് കണ്ടാൽ നമുക്കിതൊരു വേറെ പ്രശ്നമൊന്നും നമുക്ക് തോന്നൂല. എനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്ക് ഒരു ഭയങ്കര ഒരു ഓൾഡ് ടൈപ്പ് കോമഡികൾ, അല്ലെങ്കിൽ ഒരു കുറേ സ്ഥലത്ത് കോമഡി എനിക്ക് ചിരി എനിക്ക് വളരെ, ഞാൻ ഒരു 1-2 സ്ഥലത്ത് ഒത്തിരിയെങ്കിലും ചിരിച്ചെന്ന് പറയാവുള്ളൂ. ബാക്കിയൊക്കെ ഒരു അത്ര എനിക്ക് ബോറടിച്ചു ആക്ച്വലി. സെക്കൻഡ് ഹാഫൊക്കെ, ഫസ്റ്റ് ഹാഫ് ഞാൻ വെച്ച് ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഒരു കഥയിലോട്ട് എത്തണ ഒരു രീതിയിൽ പോണതായിരിക്കും. സെക്കൻഡ് ഹാഫും പക്ഷേ അങ്ങനെ ആ ഒരു ഫേസ് തന്നെയാണ്. ഒരു അത്രത്തോളം ഒരു നമുക്കൊരു ഒരു ഹൈപ്പ് കിട്ടണ വിധത്തിലുള്ള ഒരു വേരിയേഷൻ സിനിമയ്ക്ക് വന്നിട്ടില്ല. പിന്നെ അഭിനയമാണെങ്കിലും നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ അങ്ങനത്തെ പേരെനിക്കറിഞ്ഞൂടാ, ഇതിലെ മെയിൻ ക്യാരക്ടർ വില്ലനാണ്, പുള്ളി ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അത്ര ഒരു ഗുമ്മില്ല. ഒരു അഭിനയമൊന്നും അത്ര, അഭിനയം ശരിയായില്ലെന്നല്ല, അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ അത് അത്രത്തോളം എന്നുവെച്ചാൽ ഇവർക്ക് 3 പേർക്കും സൂപ്പർ സംഭവം കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ഒരുപാട് അങ്ങ് താന്നു പോയതുപോലെ ഫീൽ ചെയ്തു. ഇപ്പം നമ്മളൊരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സിനിമ ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾ അതനുസരിച്ച് കയറി വരുമ്പോഴാണല്ലോ ഒരു ആക്ഷൻ റിയാക്ഷൻ എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ആക്ഷൻ റിയാക്ഷൻ, അതാണ് സിനിമ, അല്ലെങ്കിൽ അതാണ് ഒരു അഭിനയ മുഹൂർത്തം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൽ ആക്ഷൻ ഓക്കെയാണ്, റിയാക്ഷൻ ചെയ്യുന്നവർ അത്രത്തോളം ഒരു എനിക്ക് വർക്കായില്ല. കോമഡിയൊക്കെ കുറേയൊക്കെ ക്രിഞ്ച് കോമഡിയാണ്. എനിക്കൊരു ടോം ആൻഡ് ജെറി ഫീലാണ് തോന്നിയത്, തുടക്കം മുതലേ അത് തന്നെയാണ്. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്ക് ഈ ടോം ആൻഡ് ജെറി മാറി അതൊരു ഭയങ്കര ഒരു വയലൻസ് സിനിമയിലോട്ട് പോകും. അപ്പം പ്ലോട്ട് മാറുന്നു. സിനിമ ആദ്യം ഒരു ഹ്യൂമർ ലെവലിൽ തന്നെ പോകുന്നു, പിന്നീട് ഇടയ്ക്ക് ഒരു ചത്ത രീതിയിൽ പോകുന്നു, അവസാനമാകുമ്പോൾ അതൊരു വയലൻസ് ലെവലിൽ പോകുന്നു. അത് കൊള്ളൂല എന്നല്ല, ഡയറക്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ അവരുടെ ഒരു ഐഡിയ ആണ്. പക്ഷെ എനിക്കത് അത്രത്തോളം വർക്ക് ആയില്ല. ആ പ്ലോട്ട് മാറുമ്പോൾ നമ്മൾ ഇതെന്തിന് ഇതിൽ കുത്തിക്കയറ്റിയത് എന്ന് വിചാരിക്കും, ഇതെന്തിന് ഇവിടെ ഇത്രയും ഇങ്ങനെ ഒരു കാര്യം കാണിക്കുന്നു എന്നുള്ള ഒരു ഫീല്. അത് ചിലപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി ആയിരിക്കാം. അതുകൊണ്ട് എനിക്ക് ഓവറോൾ ഒട്ടും വർക്കായില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല, നോർമൽ പടമാണ്. ഇപ്പം നമ്മൾ പറയില്ലേ OTT എന്ന് കണ്ടാൽ OTTയിലൊക്കെ കാണാൻ കൊള്ളാം എന്നുള്ള ഒരു ലെവലേ എനിക്ക് ഫീൽ ചെയ്തോളൂ. നമുക്ക് വീക്കെൻഡ്സൊക്കെ അല്ലെങ്കിൽ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് കാണാം, അത്രേ എനിക്ക് ഫീൽ ചെയ്തോളൂ. മേക്കിങ്ങിനെ പറ്റി അങ്ങനെ പറയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്മോൾ ബഡ്ജറ്റ് പടമാണ്. ട്രെയിലറിൽ കണ്ട അത്രയൊന്നും ഇല്ല സിനിമയിൽ. ട്രെയിലറിൽ ഭയങ്കര നമ്മൾ കാണാനുള്ള സെറ്റപ്പ് അതാണ്. ഈ ട്രെയിലർ ഭയങ്കര മികവാകുമ്പം നമ്മൾ പ്രതീക്ഷിക്കും സിനിമ അതനുസരിച്ച് മികവായിരിക്കുമെന്ന്. പക്ഷേ ട്രെയിലർ കൊള്ളാം, ഇത് സിനിമയിൽ അത്രത്തോളം വന്നിട്ടില്ല. അത് ആണ് എനിക്ക് ഫീൽ ചെയ്തത്.